ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് പരിശുദ്ധ നോമ്പിൻ്റെ 34-ാം ദിനം. ഇന്നത്തെ ചിന്താവിഷയം ക്രൂശിലെ സ്നാനം എന്നുള്ളതാണ്. ഇതിന് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 50 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. യേശു കർത്താവിൻ്റെ യെരുശലേമിലേക്കുള്ള അവസാന യാത്രയുടെ വിവരണമാണ് ഈ വേദഭാഗം. ക്രൂശിനെ അഭിമുഖീകരിക്കുവാൻ ഒരുങ്ങുന്ന ക്രിസ്തു അതിൻ്റെ മാർഗം എന്താണെന്ന് തൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും വെളിപ്പെടുത്തുകയാണ്. ഒന്നാമതായി കുരിശിൻ്റെ മാർഗം നിയോഗമാണ്. യേശു തനിക്ക് നേരിടുവാൻ പോകുന്ന തിക്തമായ അനുഭവങ്ങളെക്കുറിച്ച് ഇത് 3-ാം തവണയാണ് ശിഷ്യന്മാരോട് അറിയിക്കുന്നത്. ക്രൂശ് അഭിമുഖീകരണം ആകസ്മികമായി സംഭവിക്കുന്ന ഒന്നായിട്ടല്ല യേശു അവതരിപ്പിക്കുന്നത്. രണ്ടാമതായി കുരിശിൻ്റെ മാർഗം ദൃഢനിശ്ചയമാണ്. വളരെ ഏകാഗ്രതയോടും അതിനേക്കാളുപരി ചില കണക്കുകൂട്ടലുകളോടും കൂടിയ യാത്രയാണ്. മരണം സ്വയം വരിക്കുന്നതിനു വേണ്ടിയുള്ള നിശ്ചയദാർഢ്യത്തോടെയുള്ള യാത്രയാണ്. താൻ യെരുശലേമിലേക്ക് വളരെ ഉറച്ച തീരുമാനത്തോടെ പോകുന്നതിൽ ശിഷ്യർക്ക് അമ്പരപ്പാണ് ഉള്ളത്. അനുഗമിക്കുന്നവർക്ക് ഭയവുമുണ്ട്. തൻ്റെ നിയോഗ പൂർത്തീകരണത്തിന് ക്രൂശ് അഭിമുഖീകരണം അനിവാര്യമാണെന്ന് യേശു പഠിപ്പിക്കുന്നു. മൂന്നാമതായി കുരിശിൻ്റെ മാർഗം തിരിച്ചറിവാണ്. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് താൻ കുടിപ്പാൻ പോകുന്ന സഹനാനുഭവങ്ങൾ ആകുന്ന പാനപാത്രത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ഈ സഹനാനുഭവങ്ങളിലൂടെയും ക്രൂശിൻ്റെ അനിവാര്യതയിലൂടെയും മാത്രമേ മറ്റുള്ളവർക്ക് സമൃദ്ധമായ ജീവൻ പ്രദാനം ചെയ്യുവാൻ സാധിക്കൂ എന്ന അറിവ് ശിഷ്യ സമൂഹത്തിന് യേശു പ്രദാനം ചെയ്യുന്നു. തൻ്റെ ക്രൂശിലെ സ്നാനത്താൽ നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്ത ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.